ഹായ് ഹലോ എല്ലാവർക്കും 70ാമത്തെ ദിവസത്തെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ചർച്ചയായത് ആദിലയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ചായിരുന്നു. അത്ര പോരാ എന്നാണ് ഏകദേശം എല്ലാവരും പറഞ്ഞത്. ഈ ആദിലയ്ക്ക് നൂറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അവരെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ബെഡിൽ പോയിട്ട് ഇവരെക്കുറിച്ച് ഡേ 1 തൊട്ട് എന്നാണ് അവരെ കുറ്റം പറഞ്ഞ് അന്ന് വരെയുള്ള കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറെ ഒരു ഗെയിമും കളിക്കുന്നില്ല. ഏറ്റവും വലിയ സേഫ് ഗെയിമേഴ്സ് എന്ന് പറയുന്നത് ആദിലയും നൂറയുമാണ്. അവരോടുള്ള സിമ്പതിൻ്റെ പുറത്ത് പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ ഗ്രൂപ്പ് കളിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ നോമിനേഷനിൽ വരികയും ചെയ്യും. പിന്നെ ലക്ഷ്മിയുടെ ക്യാപ്റ്റൻസിനെ കുറിച്ച്, അതായത് കിച്ചൻ ടീം ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് പിന്നെ എല്ലാവരും ചർച്ചയായത്. അത്ര പോരായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ലക്ഷ്മി അത് അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ തർക്കിക്കാൻ നിന്നില്ല. അത് പുള്ളിക്കാരിക്ക് അറിയാം എന്ന് തോന്നുന്നു. പിന്നെ അനീഷിൻ്റെ കുണുവാവത്തരമാണ് പിന്നെ ചർച്ചയായത്. അനീഷിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിനിടയ്ക്ക് ലാലേട്ടൻ തന്നെ അനീഷിനെ ആക്കുന്നുണ്ടായിരുന്നു. ബാലിശമായ പ്രശ്നങ്ങളാണ് അനീഷ് ചർച്ചയാക്കുന്നത്. അനീഷൊക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാനുള്ള റീസൺ ഒന്നേ ഒന്ന് മാത്രമാണ്. ബിഗ് ബോസിൻ്റെ റൂൾസിനെ മുറിവ് പിടിച്ച് മാത്രം ജീവിക്കുന്ന ഒരാൾ, അല്ലാതെ പുള്ളിക്കാരന് വേറെ ഒരു സ്ട്രാറ്റജി ഇല്ല. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഏത് സമയം അനീഷിന് PR ആയിട്ട് നടക്കുകയാണ്. എന്തിനാണ് അങ്ങനെ പോകുന്നത്? പിന്നെ ഇഷ്ടമുള്ളവരെ എന്തും പറഞ്ഞ് അങ്ങ് ഊട്ടിക്കും, ബാക്കിയുള്ളവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതാണ് ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തെറ്റുകളുണ്ട് പുള്ളിക്കാരിക്ക്. ഈ ഇരുന്നങ്ങ് ജഡ്ജിങ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് റിവ്യൂ പറയുന്നില്ലേ, ഇൻ ഹൗസിലെ ഒരു റിവ്യൂവറാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. പക്ഷേ പറയുന്നതൊക്കെ ശുദ്ധ മണ്ടത്തരം എന്ന് മാത്രം. അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിൽ മൈക്കുമായിട്ട് സംസാരിക്കുന്നതാണ് ചർച്ചയായത്. ലാലേട്ടൻ നല്ല രീതിയിൽ ശകാരിച്ചിട്ടുണ്ടായിരുന്നു. അനുമോളുടെ ഒക്കെ അഭിനയം കാണാമായിരുന്നു. ഇതാണ് ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ ചെയ്യുന്ന ആകെ ഒരു കാര്യം. അത്യാവശ്യം എക്സ്പ്രഷൻ ഇട്ട് ജീവിക്കുന്ന ഒരാൾ, അല്ലാതെ വേറെ ഒന്നും. ഒരു ഗെയിം മര്യാദയ്ക്ക് കളിക്കുന്നില്ല. പിന്നെ അപ്പാണി ഉണ്ടായിരുന്ന സമയത്ത് കുറേ കൂശിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇന്നും നിലനിന്ന് പോകുന്ന ഒരാളെന്നേ അനുമോളെ പറയാനുള്ളൂ. അതിനുശേഷം നമ്മുടെ എവിക്ഷൻ ആയിരുന്നു. ബിന്നിയാണ് പോയത്. ബിന്നി ആ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു കാര്യം കൊണ്ട് മാത്രം പോകേണ്ട ഒരാളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനേക്കാളും വാഴയായിട്ടുള്ള സാബുമാൻ ഉണ്ടായിരുന്നു, ആദില ഉണ്ടായിരുന്നു, നൂറ ഉണ്ടായിരുന്നു. ഇവരൊന്നും ക്യാരക്ടറൊന്നും മര്യാദയ്ക്ക് പുറത്ത് വന്നിട്ട് കൂടിയില്ല. ഇനിയുള്ള ഗെയിംസിൽ ടോപ്പ് 5 ഒക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ നല്ലവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനാണ് പറയുന്നത്. ഈ ഗ്രൂപ്പ് കളിച്ച് പിടിച്ചു നിൽക്കുന്നവരെ പറഞ്ഞു വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബിഗ് ബോസ് കാണുമ്പോൾ നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അതിനെങ്കിലും പേരിൽ അതിലെ നൂറേനെ ഒന്ന് പുറത്താക്കാനാണ് എൻ്റെ അപേക്ഷ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗെയിമേ കളിക്കുന്നില്ല. സോ ടോപ്പ് 5 എത്തുന്നവർ ഡിസർവിംഗ് ആയിട്ടുള്ളവരെ മാത്രം വെക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് കരുതുന്നു. അത്യാവശ്യം ക്യാരക്ടർ ഉള്ളവർ, അല്ലെങ്കിൽ ഇത്രയും നാളും ഗെയിം കളിച്ചവരെങ്കിലും. അല്ലാതെ ഗ്രൂപ്പ് കളിച്ച് സേഫായിട്ട് നിൽക്കുന്നവരെയൊക്കെ ബിഗ് ബോസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ മാർക്കറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകരുടെ ആ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് നാശം വരുത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു.